പോരാട്ടച്ചൂടിലാണ് നിലമ്പൂർ. ഉപതെരഞ്ഞെടുപ്പിലെ മത്സര ചിത്രം തെളിഞ്ഞു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായ ഇന്ന് 4 സ്ഥാനാർത്ഥികൾ പത്രികകൾ പിൻവലിച്ചു. ഇനി പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം 10 പേരാണ് മത്സര രംഗത്തുള്ളത്. കെ പ്രശാന്ത് ഉണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, മത്സര ചിത്രം തെളിയുകയാണ്. 10 പേരാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി ഉള്ളത്. അതിൽ 4 പേർ പത്രിക പിൻവലിക്കുകയും ചെയ്തു. ഈ അൻവർ അവസാന നിമിഷമൊക്കെ പത്രിക പിൻവലിക്കുമെന്നൊക്കെയുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിവരങ്ങൾ മായ, ഏതായാലും അൻവർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് വളരെ സജീവമായി നിൽക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിണറായി സത്യത്തിനെതിരായ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് അൻവർ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ അല്പസമയം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വി.ഡി. സതീശനെതിരെ വീണ്ടും രൂക്ഷമായ രീതിയിൽ തന്നെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതായത് പിണറായി സത്യത്തിനെതിരായ പോരാട്ടം എന്ന തരത്തിൽ താൻ കാര്യങ്ങൾ പോകുമ്പോൾ അതിനെ എതിർക്കാനാണ് വി.ഡി. സതീശൻ തയ്യാറായത് എന്നുള്ളതാണ് അൻവർ ആരോപണമായി മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും നിർണായക നീക്കങ്ങൾ അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് PV അൻവർ ശ്രമിച്ചത്. വി.ഡി. സതീശൻ UDF-ൽ ജനാധിപത്യം ഇല്ലാതാക്കി എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇതേ രീതിയിലാണെങ്കിൽ എങ്ങനെയാണ് നാളെ അധികാരത്തിൽ വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാകും എന്നുള്ളതാണ് PV അൻവർ വ്യക്തമാക്കിയത്. ഏതായാലും വലിയ വാശിയേറിയ പോരാട്ടം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ തുടക്കമാകുകയാണ്. കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്തത്. നിലവിൽ അതായത് NDA സംബന്ധിച്ച മലയോര മേഖലയിലെ വോട്ടുകൾ പൂർണ്ണമായും നേടിയെടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് അവിടെ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും സ്വരൂപിക്കുന്ന തരത്തിലേക്ക് ഒരു നീക്കം BJPയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, നമുക്കറിയാം ഒറ്റയാൾ പോരാട്ടത്തിലൂടെയാണ് പാർട്ടിയുടെ പിന്തുണയുണ്ടായിരുന്നെങ്കിലും വളരെ കൃത്യമായി തന്നെ സ്വന്തം നിലയ്ക്ക് കൂടി സ്ഥാനാർത്ഥിത്വം വലിയ നേട്ടമാക്കി മാറ്റിയ ആളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള അത്ഭുതം നിലമ്പൂരിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് വെക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് LDF UDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് വാശിയേറിയ പോരാട്ടമാണെന്ന് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് 2 സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, മുന്നണികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വവും എല്ലാം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ മലപ്പുറവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ മുൻനിർത്തിയുള്ള വാശിയേറിയ പ്രചരണം തന്നെയാണ്. മുഖ്യമന്ത്രി മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുൻപ് നടത്തിയ പരാമർശങ്ങൾ, വിജയരാഘവൻ അടക്കം നടത്തിയ പരാമർശങ്ങൾ, ഇതാണ് UDF തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുന്നത്. ഇതിന് മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് LDF മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ രൂപീകരണ സമയത്ത് അതിനെ എതിർത്തിരുന്നവരാണ് UDF-കാർ, പ്രത്യേകിച്ച് ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ. അതേ ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കുന്നത്. അതോടൊപ്പം പാണക്കാട് കുടുംബത്തെ അടക്കം അധിക്ഷേപിച്ച ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുമ്പോൾ എന്തിന്റെ പേരിൽ നിലമ്പൂരുകാർ, ആ വിഭാഗത്തിലുള്ള ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് LDF ചോദിക്കുന്നത്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതപരമായ വിഷയങ്ങളിലേക്കും ഒപ്പം തന്നെ ജാതിപരമായ വിഷയങ്ങളിലേക്കൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയം അത്തരത്തിൽ കൂടി വഴിതിരിച്ചു വിടുന്നു എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടത്. ഏതായാലും ശക്തമായ മത്സരം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത്. NDA കൂടി ഈ കൺവെൻഷനോട് കൂടി NDA കൂടി ശക്തമായ സാന്നിധ്യമാകുന്നതോട് തന്നെ വലിയ ഒരു പോരാട്ടത്തിലേക്ക് തന്നെ നിലമ്പൂർ മാറും. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്കാണ് നിലമ്പൂരെ കാര്യങ്ങൾ മാറി മറിയുന്നത്. ചതുഷ്കോണ മത്സരം നടക്കുന്ന നിലമ്പൂരിൽ അവസാനം ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലും ആവേശത്തിലുമാണ് മുന്നണികളെല്ലാം തന്നെ. മത്സര ചിത്രം കൂടി തെളിഞ്ഞു കഴിഞ്ഞു. 10 പേരാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. അതിൽ 4 പേർ പത്രിക പിൻവലിക്കുകയും ചെയ്തു. PV അൻവറിന് കത്രിക ചിഹ്നം അനുവദിക്കുകയും ചെയ്തു. കെ പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.